സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം പിരിച്ചുവിട്ട് സഹകരണ വകുപ്പ് ഉത്തരവിറക്കി. പെൻഷൻ വിതരണത്തിനായി രൂപീകരിച്ച കൺസോർഷ്യം ലക്ഷ്യം കാണാതെ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് അടിയന്തര നടപടി. സഹകരണ വകുപ്പിന്റെ ഉത്തരവ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു. ശ്യാമപ്രസാദെ, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി ഒരു സഹകരണ സംഘങ്ങളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചിരുന്നല്ലോ. ഇതിപ്പോൾ പിരിച്ചുവിടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ശ്യാമപ്രസാദ്? ഇടതു സർക്കാരിന്റെ കാലത്ത് നിലവിൽ കൊണ്ടുവന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി കൊണ്ടുവന്ന കൺസോർഷ്യമാണ്. ആ കൺസോർഷ്യം നിലവിൽ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലെത്തുമ്പോഴേക്കും അത് പിരിച്ചുവിട്ടിരിക്കുന്ന നടപടികളിലേക്കാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നിലവിൽ കഴിഞ്ഞ ദിവസം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് കൺസോർഷ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനായി മാറ്റിയിരുന്നത്. നിലവിൽ വലിയൊരു തുക ഇതിൽ നിന്നായിരുന്നു സർക്കാർ ഇതിന്റെ സാമ്പത്തിക സഹായമായി കണ്ടിരുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ, അതായത് UDF സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടും ഒപ്പം തന്നെ ഇടതു സർക്കാരിന് നിലവിലുള്ള ആ പദ്ധതി എടുത്തു കളയുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാങ്ക് നിലവിൽ രൂപീകരിച്ചിരിക്കുന്ന കൺസോർഷ്യം എടുത്തു മാറ്റിക്കൊണ്ട് സഹകരണ വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി UDFന്റെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ കൺസോർഷ്യത്തിന് രൂപം കൊടുക്കാനാണ് നിലവിൽ സഹകരണ വകുപ്പിന്റെ ആലോചന. വിനോദ്, വ്യക്തമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിലേക്കായി രൂപീകരിച്ച സഹകരണ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും KB ശ്യാമപ്രസാദ്.